കേരളത്തിൽ ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാലും UDF തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ പ്രവചിച്ചിരിക്കുകയാണ്. 2024 തിരഞ്ഞെടുപ്പിൽ അതേ സീറ്റ് നില തന്നെയാണ് കേരളത്തിൽ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും UDF തന്നെയായിരിക്കും വിജയിക്കുക. ബാക്കിയുള്ള ഓരോ സീറ്റിലും LDF-ഉം NDA-യും വിജയിക്കുമെന്നും സർവേ പറയുന്നു. അതേസമയം BJP-യുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിൽക്കുന്ന കേരളത്തിൽ മൂന്നാം ബദലായി BJP ഉയർന്നു വരികയാണ് എന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ. LDF-ന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവ് ഉണ്ടാകും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് ലഭിച്ചത് 17% വോട്ടായിരുന്നു. ഇത് 7% വർദ്ധിച്ച് 24%ത്തിലേക്ക് എത്തും. LDF-ന് 32% വോട്ടായിരുന്നു 6 മാസം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എങ്കിൽ ഇത് 2% കുറഞ്ഞ് 30%ത്തിലെത്തും. UDF-ന് ലഭിച്ച 43% വോട്ട് 1% കുറഞ്ഞ് 42%ത്തിലും എത്തും. അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂവെന്ന് സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തെ ഒരു ദേശീയ ഘടകമായി ജനങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഈ വിഭജനം സംഭവിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രവചനമല്ല ഈ കണക്കുകളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെട്ടുവെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധ മനീഷ പ്രിയം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് കേഡർ ദുർബലമാണെന്നാണ് സംസ്ഥാനത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നത്. അതേസമയം ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ്. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നു എന്നും പ്രിയം എടുത്തു പറയുന്നുണ്ട്. ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ OBC വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് BJP-യുടെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും സെഫോളജിസ്റ്റും സീ വോട്ടറിന്റെ സ്ഥാപക ഡയറക്ടറുമായ യശ്വന്ത് ദേശ്മുഖ് പറഞ്ഞു. 15 വർഷങ്ങൾക്ക് മുൻപ് ത്രിപുരയിലെ BJP-യെ കുറിച്ചോ പശ്ചിമ ബംഗാളിലെ BJP-യെ കുറിച്ചോ നമ്മൾ ഇതേ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇടതുപക്ഷ വോട്ടുകൾ BJP-യിലേക്ക് മാറുന്നുവോ എന്നതാണ് ചോദ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. അതേസമയം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ BJP-ക്ക് കേന്ദ്രത്തിൽ മികച്ച വിജയം നേടാനാകുമെന്ന് സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും NDA നേടുമെന്നാണ് സർവേ പറയുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ NDA-യുടെ വോട്ട് വിഹിതം 3%-മായി വർദ്ധിച്ച് 47%ആകും. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവ് മാത്രമേ ഉണ്ടാകൂ. ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ BJP-ക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. BJP-ക്ക് മാത്രമായി 41% വോട്ട് ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3%-ന്റെ വർധനവാണ് BJP-ക്ക് ഉണ്ടാവുക.